ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 46ാമത് ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത്. ശ്ലോകം വായിക്കാം. പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുവീല പരമതവാദീതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. ഒരു മതവും ഒന്നിനോടൊന്ന് പൊരുതിയാൽ ജയിക്കുകയില്ല. ഇത്തരത്തിൽ പൊരുതിയാൽ ഒരു മതവും നശിക്കുകയുമില്ല. ഇത് മനസ്സിലാക്കാതെ മറ്റു മതങ്ങളെ എതിർക്കുന്നവർ വെറുതെ പോരാടി നശിക്കുമെന്ന തിരിച്ചറിവ് വേണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. നമുക്കിതൊന്ന് വിശദമായി പഠിക്കാം. മതം ഒരു സുപ്രധാന വിഷയമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഷയവുമാണ് മതം. പക്ഷേ മതത്തെ സംബന്ധിച്ച് മതവിശ്വാസികൾക്കുള്ള ധാരണ പരിമിതമാണ്. മതത്തെക്കുറിച്ച് വേണ്ടുന്ന ധാരണയില്ലെങ്കിൽ നാം അബദ്ധത്തിൽ ചെന്ന് ചാടും. നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്നതാണ് മതം. നമ്മെ വൈകാരികമായി സ്വാധീനിക്കുന്നതുമാണ് മതം. അപ്പോൾ മതത്തെക്കുറിച്ച് അറിയണം. അറിവില്ലായ്മയുടെ പോരായ്മ നമുക്കിന്നും എവിടെയും കാണാം. മതത്തിൻ്റെ പേരിലുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം അജ്ഞതയിൽ നിന്നുണ്ടായതാണ്. മതത്തെ പഠിക്കണം. പൊരുതു ജയിപ്പതസാധ്യം, അതായത് പൊരുതു ജയിപ്പതസാധ്യം ഒന്നിനോടൊന്ന് മതത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് മതകലഹങ്ങൾക്ക് കാരണം. ഒരു മതം മറ്റു മതവുമായി പൊരുതുക, എന്നിട്ടത് ജയിക്കാൻ അസാധ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പം മതകലഹങ്ങൾക്ക് കാരണം മതങ്ങൾ തമ്മിലുള്ള സംഘടനകൾ ഉണ്ടാകുന്നത് മതത്തെക്കുറിച്ച് അറിയാത്തവരാണ്, അജ്ഞതയാണ്. ഗുരു മതത്തിൻ്റെ ഘടന പ്രഖ്യാപിക്കുന്നു. മതത്തിന് 2 ഘടനയുണ്ട്, ബാഹ്യവും ആന്തരികവും. ആന്തരികമാണ് നാം അറിയേണ്ടത്, ബാഹ്യം ആചാരമാണ്. മതങ്ങളെല്ലാം നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യം ദൈവം എന്താണെന്ന് മനസ്സിലാക്കണം. ഓരോ മതവിശ്വാസികളും അറിയണം. ദൈവം പറയുന്നു, ഞാൻ നിന്നിലുണ്ട്, ഞാനും നീയും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ്. അതായത് തന്നിൽ നിന്നന്യമല്ലാതെ എന്നു കാണുന്ന സർവവും അന്ന് എന്ത് മോഹം, അന്നെന്ത് ശോകം. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെന്ത് മോഹം. ആ അറിവാണ് നമുക്ക് വേണ്ടത്. ദൈവം തൻ്റെ ഉള്ളിലാണ്. താൻ തന്നെ എന്നറിയുമ്പോൾ അവന് മതം പ്രമാണമല്ല, മതം അവന് പ്രമാണമാണ്. ആരാണോ മതത്തിൻ്റെ സൂക്ഷ്മത അറിയുന്നത് അവന് ഒന്നും പ്രമാണമല്ല. അറിവാണ് പ്രധാനം. മതത്തിൻ്റെ സൂക്ഷ്മത്തെ ഒരിക്കലും മതം പഠിപ്പിക്കുകയില്ല. മതത്തിൻ്റെ ആന്തരികതയെ ഒരു മതവും വിശ്വാസികളെ പഠിപ്പിക്കുന്നില്ല. മതവിശ്വാസികൾ മതത്തിൻ്റെ സൂക്ഷ്മത അറിഞ്ഞാൽ മതം നിലനിൽക്കുകയില്ല. വിശ്വാസികൾക്ക് മതം ആവശ്യമാണ്. എന്നാൽ അതിൻ്റെ സൂക്ഷ്മത അവരറിയുന്നില്ല താനും. പൗരോഹിത്യവർഗം അത് ആ വിശ്വാസികളെ മതത്തെക്കുറിച്ചറിയാൻ സമ്മതിക്കുന്നുമില്ല. അതിനാൽ മതത്തിൻ്റെ എല്ലാ വിശ്വാസികളും ദൈവത്തെ അറിയരുത് എന്നാണ് പുരോഹിതവർഗം മനസ്സിലാക്കി വെക്കുന്നത്. ദൈവം എന്താണെന്ന് വിശ്വാസികൾ പഠിക്കരുതെന്ന് അവർ കണക്കാക്കുന്നു. മതം ദൈവത്തിൻ്റെ വിൽപ്പനക്കാരാകുന്നു. ദൈവത്തെ മുൻനിർത്തി വിശ്വാസികളെ പൗരോഹിത്യവർഗം മതചൂഷണം ചെയ്യുന്നു. മതം ശക്തി പ്രാപിക്കുന്നു. ഇവിടെ ഒരു ഉദാഹരണം പറയാം. നമുക്കെല്ലാവർക്കും പരിചയമാണ്
ചക്ക് എന്നുള്ളത്, ചക്കിൽ കൊപ്ര ഇട്ട് കൊടുക്കുന്നു. പിന്നെ കാളയുടെ കഴുത്തിൽ ഒരു നുകം വെച്ച് കൊടുക്കുന്നു. അത് വട്ടത്തിൽ ചക്കിൽ അതിങ്ങനെ വട്ടത്തിൽ കറങ്ങുന്നു. ചക്കിൽ എണ്ണ ആടുന്നു. ചക്കിൽ അത് കൊപ്ര ആടി 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 അതിൽ എണ്ണയുണ്ടാകുന്നു. ആ എണ്ണ എടുത്ത് കൊണ്ടുപോയിട്ട് ആ ചക്കുള്ളവൻ, അതായത് എണ്ണ വിൽക്കുന്നവൻ, അവൻ എണ്ണ വിൽക്കുന്നു, അവൻ പണമുണ്ടാക്കുന്നു. എന്നാൽ ഈ നുകം വെച്ച് ചുറ്റും വട്ടം കറങ്ങുന്ന കാളയ്ക്ക് ഇതൊന്നും അറിയുന്നില്ല. എണ്ണയാട്ടുകാരൻ, അതായത് എണ്ണ കൊണ്ട് വിറ്റിട്ട് അവൻ പൈസയുണ്ടാക്കുന്നു. ഇതുപോലെയാണത്രേ കാളയുടെ കഴുത്തിൽ നുകം വെച്ചു കൊടുക്കുന്നത് പോലെ മതം വിശ്വാസികളുടെ ചുമലിലെ നുഖമാണ്. വിശ്വാസികളുടെ ചുമലിൽ മതം വെച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് അവൻ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ പുരോഹിത വർഗം അവർ എണ്ണ വിറ്റ് കാശാക്കുന്നു. കാള ഇതൊന്നും അറിയാതെ ചുറ്റുന്നു. ഇത് വിശ്വാസികൾ തിരിച്ചറിയണം. നാം ചക്ക് ആട്ടുന്ന കാളയെ പോലെ ആവരുത് എന്നാണ് ഗുരു ഇവിടെ പറയുന്നത്. ഒന്നും അറിയാതെ വെറുതെ മതമാകുന്ന നുകം തോളിലേറ്റി നാം നടക്കുന്നു. ഇതാണ് ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് വിശ്വാസികൾ ഇത് തിരിച്ചറിയണം. അതുകൊണ്ട് പലപ്പോഴും മതങ്ങൾക്ക് ഗുരു സ്വീകാര്യനല്ല. ഗുരുവിനെ മതവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുന്നുമുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാറൽ മാർക്സ് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാരണം സാമ്പത്തിക ശാസ്ത്രമാണ് കാറൽ മാർക്സ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. എന്നാൽ ഗുരു മനുഷ്യൻ എന്തിനാണ് ഈ മതമെന്ന നുഖം പേറുന്നത്? ദൈവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ കൊണ്ടോ അല്ലെങ്കിൽ അജ്ഞത കൊണ്ടോ ആണ്. ഇത് മതം ചൂഷണം ചെയ്യുന്നു. ഈ അജ്ഞത, ഈ ജിജ്ഞാസ മതം വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു. മതം എന്തിന് മനുഷ്യന് കറുപ്പ് കൊടുക്കണം? മനുഷ്യൻ ഈ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഗുരു മതം പഠിക്കണം എന്ന് പറയുന്നത്. ഗുരു ചൂഷണത്തിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മതം വിശ്വാസികളെ കൊള്ളയടിക്കുന്നു. ദൈവത്തെ വിശ്വാസികൾ അറിയണം. ദൈവം തന്നിൽ നിന്ന് അന്യമല്ല, തന്നിൽ തന്നെ ഉള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തിനു വേണ്ടി മതത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മതങ്ങൾക്ക് മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട്. ഈ മേഖലകൾ ഉപയോഗിച്ച് മനുഷ്യന് നന്നാവാം, പുരോഗതി ഉണ്ടാക്കാം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. പൗരോഹിത്യം കാലാകാലങ്ങളായി വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നു, ഇന്നും തുടരുന്നു. പുരോഹിതനും ദൈവത്തെ അറിയുന്നില്ല. അറിയാവുന്ന ദൈവത്തെ അറിയിക്കാം എന്ന് പറഞ്ഞ് പുരോഹിതനും മതത്തിനു വേണ്ടി വേഷം കെട്ടുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മതങ്ങളുടെ സാരം ഒന്നാണെന്നും രീതി ഒന്നാണെന്നും അതൊരു പ്രസ്ഥാനമാണെന്നും തിരിച്ചറിയുമ്പോൾ എല്ലാ മതങ്ങളുടെയും പൊതു സ്വഭാവം ഒന്നാണെന്ന് മനസ്സിലാക്കി പൊരുതി ജയിപ്പതസാധ്യം. മതത്തിൻ്റെ പേരിൽ മറ്റൊരു മതത്തിനു വേണ്ടി പൊരുതി ജയിപ്പാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കാം. വിശ്വാസികൾ ദൈവത്തെക്കുറിച്ച് അറിയണം, ഉൾക്കാഴ്ച വേണം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് ഗുരു പഠിപ്പിക്കുന്നു. ആത്മോപദേശ ശതകം എന്ന ഗുരുവിൻ്റെ ദാർശനിക കൃതിയിൽ അതിൽ ഗുരുവിൻ്റെ ദർശനം എന്നാൽ ഗുരു മതത്തെക്കുറിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നു. ബാഹ്യവും ആന്തരികവുമായ ഘടകങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ആന്തരിക ഘടന ആത്മീയതയിൽ ദൈവത്തിൽ തന്നിലേക്ക് എത്തിച്ചേരുന്നു. സൂക്ഷ്മത്തെ അറിയാതെ മനുഷ്യൻ മതം എന്ന നുകം ചുമന്നാൽ അയാൾ ചക്ക് ആട്ടുന്ന കാളയെപ്പോലെ മാറുന്നു. അതാണ് വസ്തുത. നാം ചക്കാട്ടുന്ന കാളയായി മാറാതിരിക്കാനാണ് ഗുരു മതതത്വങ്ങൾ ആത്മോപദേശ ശതകത്തിൽ ഉൾപ്പെടുത്തിയത്. മനുഷ്യൻ നന്നാവേണ്ടതുണ്ട്. ഈ വസ്തുത ലോകത്തിലുള്ള സകല മതവിശ്വാസികളും തിരിച്ചറിയണം. മതം എന്താണെന്നും ദൈവം എന്താണെന്നും മനുഷ്യനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഗുരുദേവന്റെ അനുയായികൾക്കുണ്ട്, ഗുരു പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ലോകത്തിലുള്ള സകല മതവിശ്വാസികളെയും ഗുരുവക്താക്കൾ ഇത് പഠിപ്പിക്കണം. മതചൂഷണം വിശ്വാസികളെ പഠിപ്പിക്കണം. അപ്പോഴാണ് ശ്രീനാരായണ ദർശനം പ്രാവർത്തികമാകുന്നത്.
മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ തമ്മിലടിക്കരുത്. മനുഷ്യൻ തമ്മിലടിക്കരുത്. കാര്യമില്ല. പുരോഹിതവർഗത്തിന് മാത്രമാണ് കാര്യമുള്ളത്. ദൈവത്തിൻ്റെ പേരിൽ മതം ശക്തി പ്രാപിക്കുന്നു. വിശ്വാസികൾ മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്നു. പുരോഹിതവർഗം സമ്പത്തുണ്ടാക്കുന്നു. ഏത് മതവിശ്വാസികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ദൈവത്തെ ഓർത്ത് വിശ്വാസികൾ മതം പഠിക്കണം. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവിൻ്റെ തത്വത്തിൽ നാം എത്തണം. മനുഷ്യ സമൂഹം ഉള്ളതുവരെ ഗുരുവിൻ്റെ ഈ വചനം പ്രസക്തമാണ്. സർവകാല പ്രസക്തമാണ് ഈ വചനം. ഗുരുവിൻ്റെ ദർശനം കാലാതീതമാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് മനുഷ്യകർമ്മം വളരെ സ്വാധീനിക്കുന്നു. മനുഷ്യൻ നന്നായാൽ സമൂഹം നന്നാവും. പ്രകൃതിയുടെ തനതായ ആവാസ വ്യവസ്ഥിതി നന്നാവും. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മതത്തിന് അധീനമായ കാലഘട്ടമാണിത്. മതത്തിൻ്റെ ശരി മതവിശ്വാസികളെ ബോധ്യപ്പെടുത്തണം. ഗുരു പറയാറുണ്ടായിരുന്നു, ശിവഗിരിയിൽ മത മഹാപാഠശാല ഉണ്ടാവണമെന്ന്. ഇന്നും അത് പ്രാവർത്തികമായില്ല. എല്ലാ മതങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുവാൻ അതിന് മുൻകൈ എടുക്കേണ്ടത് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മുൻകൈ എടുക്കുവാൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ശ്രീനാരായണ വിശ്വാസികൾ ഒരു മതത്തിൻ്റെയും വക്താക്കളാവരുത്. എല്ലാ മതത്തിൻ്റെയും നന്മയെ അംഗീകരിക്കുകയും എല്ലാ മതങ്ങളെയും പഠിപ്പിക്കുവാനുള്ള ധാർമ്മിക അവകാശവുമുള്ളവരാണ്. പൊരുതാൽ ഒടുങ്ങുവീല, പൊരുതിയാൽ ഒരു മതവും നശിക്കില്ല. ഒരു മതവും പൊരുതിയാൽ ജയിക്കുകയുമില്ല, നശിക്കുകയുമില്ല. ഈ വസ്തുത മനസ്സിലാക്കണം. അത് സമൂഹത്തിൽ ഇപ്പോഴും കലഹം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ വസ്തുത മനസ്സിലാക്കണം. അല്ലെങ്കിൽ സമൂഹത്തിൽ എന്നും മതത്തിൻ്റെ പേരിൽ ലഹള തന്നെ ഉണ്ടാകും. സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുവചനം സാർത്ഥകമാകണമെങ്കിൽ മതപഠനം ആവശ്യമാണ്. മതത്തിൻ്റെ സ്വഭാവം അറിയണം. പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതുപൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം. മതവാദി ഇതര മതത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും തൻ്റെ മതത്തെ ശ്രേഷ്ഠമാക്കുവാൻ വെമ്പുകയും ചെയ്യുന്നു. പൊരുതുന്നു അവൻ. അവസാനം അവൻ പൊരുതി നശിക്കുന്നു. മതവാദി ആകരുത്, മനുഷ്യവാദിയാകണം. മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ് എന്ന ഗുരുവിൻ്റെ ശ്രേഷ്ഠ വചനം മനുഷ്യൻ്റെ മനഭാവത്തെ മാറ്റാൻ പര്യാപ്തമാണ്. മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല, മതം മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യൻ്റെ നന്മയെ ലക്ഷ്യമിട്ട് മതങ്ങൾ തമ്മിൽ സൗഹൃദം സ്ഥാപിച്ച് കൂട്ടായ യജ്ഞമാണ് സമൂഹത്തിൽ വേണ്ടത്. സർവമതത്തെയും സ്വീകരിക്കുന്ന ഗുരുവിൻ്റെ ഈ തത്വശാസ്ത്രം സമൂഹത്തിൽ എത്തിക്കണം. ലോകം അറിയണം. ഈ കാലഘട്ടത്തിന് ഇത് അനിവാര്യമാണ്. ഇതിനാൽ ലോകത്തിൽ സമൂഹത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാക്കാൻ പറ്റും. മനുഷ്യനെ ശക്തിപ്പെടുത്തുക, മതത്തെ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ ദർശനം ഉൾക്കൊണ്ട് സാഹോദര്യത്തോടുകൂടി എല്ലാ മനുഷ്യനും ഈ സമൂഹത്തിൽ മനുഷ്യനു വേണ്ടി മനുഷ്യൻ ജീവിക്കട്ടെ. ഒന്നുകൂടി ആശയം പറയാം. ഒരു മതത്തെ പൊരുതി തോൽപ്പിക്കുക അസാധ്യം. പരസ്പരം കലഹിച്ചും പടവെട്ടിയും ഒരു മതത്തെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല. തൻ്റേതൊഴികെയുള്ള മറ്റെല്ലാ മതങ്ങളും അധമമെന്ന് നിരൂപിക്കുന്നവൻ വെറുതെ മത്സരിച്ചും പൊരുതിയും സ്വയം ഇല്ലാതാവുകയേ ഉള്ളൂ. ഈ തിരിച്ചറിവുണ്ടാകണം. ഈ തിരിച്ചറിവുണ്ടാകാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.